ഹലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കനും കൂടെ ഉണ്ട്, അതും കൂടെ അമർത്തി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്തിടുന്ന വീഡിയോസ്, പ്രത്യേകിച്ച് നഴ്സുമാരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോ അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ സൗദിയിലോട്ടൊക്കെ നോക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇന്നും അല്ലെങ്കിൽ ഇതിന് ശേഷം ഇടാൻ പോകുന്ന വീഡിയോ അവർക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം എൻ്റെയൊക്കെ സ്റ്റേജിൽ ഞാൻ ഒരുപാട് തപ്പി നടന്നിട്ടുണ്ട്. കാരണം ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല, പറഞ്ഞുതരാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പം ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് സൗദിക്ക് ട്രൈ ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലാൻ നമുക്കുണ്ടാവും. ഞാനിടുന്ന വീഡിയോസ് എൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് സൗദി ടോക്സ്. മേ ബി എൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അതല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. കാരണം എനിക്ക് ഇതിൻ്റെ യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചുമ്മാ എൻ്റെ കൈ ഞാൻ യൂസ് ചെയ്ത ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഉപകാരപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇല്ലാണ്ടിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക്, ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ MOH ആണോ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ നല്ലതെന്നാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാടല്ല കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പേഴ്സണലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ MOHൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്. MOH എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, നമുക്ക് സൗദിയുടെ ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് MOH വരാം, പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരാം, ചിലപ്പോൾ ക്ലിനിക്സ് വരാം, പിന്നെ ഹോം കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കമ്പയർ ചെയ്യുന്നില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രൈവറ്റ് ഹോസ്പിറ്റലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലും. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ രണ്ടിനും അതിൻ്റേതായ മേ ബി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ആൻഡ് പേഴ്സണലി MOH എന്ന് പറയുമ്പോൾ നമുക്ക് MOHനെ കുറിച്ച് സംസാരിക്കാം. MOH എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ MOHൻ്റെ ഇൻ്റർവ്യൂ വിളിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നവർ ക്ലസ്റ്റർ MOH എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ ക്ലസ്റ്റർ MOH എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും അവർ ക്ലസ്റ്റർ MOH വിളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ, അങ്ങനെ നമ്മളെ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂ വിളിക്കുന്നതെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടത്തേക്കാണ് പോകുന്നത്, ഏതാണോ ഹോസ്പിറ്റൽ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ നേരത്തെ ചകഞ്ഞ് ഓക്കെ അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല, ഏതാണോ ഹോസ്പിറ്റൽ, ഏത് ഏരിയയിലാണ് വരുന്നതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷെ നേരെ തിരിച്ച് ഓപ്പൺ MOH ആണ്, ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥ അതായിരുന്നു. ഓപ്പൺ MOH ആകുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അവർ സ്ഥലം ചുമ്മാ എന്തിനൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസ് പ്രിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ ചുമ്മാതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ പറഞ്ഞ സ്ഥലം ഇതല്ലായിരുന്നു. ഞാൻ ദമ്മാമ് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, ഞാൻ അറിയാതെ പറഞ്ഞ, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ദമ്മാണ്. സ്ഥലം നമ്മൾ അറിയത്തില്ല എന്നല്ല, ഓഫ് കോഴ്സ് നമ്മളൊരു എയർപോർട്ടിൽ വന്നിറങ്ങണം. അപ്പോൾ നമുക്ക് നമുക്ക് സ്ഥലം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഏജൻസിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഫയൽ മേടിക്കുമ്പോൾ നമുക്ക് ആ ഫയലിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അവർ കൊടുത്തിട്ടുണ്ടാവും. ഫോർ മീ, എനിക്ക് കിട്ടിയ ഹോസ്പിറ്റലിൻ്റെ ഏതാണോ ഹോസ്പിറ്റൽ അവിടെയല്ല ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഏതാണ് സ്ഥലം, ഏതാണ് ഹോസ്പിറ്റൽ, ഒന്നും നമുക്ക് ഓപ്പൺ MOHൽ അറിയാൻ പറ്റത്തില്ല. കാരണം MOHൻ്റെ അണ്ടറിൽ, ഒരു മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ മുതൽ ഒരു PHC മുതൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചെയിനിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടാവും. അതും നമ്മളിവിടെ വന്നിറങ്ങി എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടാൻ വരും. നമുക്ക് ഏജൻസിക്കാരെ ഇൻഫർമേഷൻ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അവിടുന്ന് സ്റ്റാഫ് കൂട്ടാൻ വരും. നിങ്ങൾക്ക് ഒരു പ്ലക്കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ പിടിച്ച് നമ്മൾ കൂട്ടാൻ വരും. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. പ്ലസ് അവർ നമ്മളോട് പറഞ്ഞുതരും, ഇനി ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും, അവിടെ പോയി ചോദിക്കാം. പക്ഷെ ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്കൊന്നും കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ആർക്കും അങ്ങനെ ഒരു സാധനം അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ബംഗാളി ചേട്ടൻ തന്നെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിടിച്ച് കൂട്ടാൻ വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ MOHനെ സംബന്ധിച്ച് എന്നെ പേഴ്സണലി എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. അത് വളരെ നമുക്ക് പേടിയും ടെൻഷനും ആ മൊമെൻറ്റിൽ ആദ്യമായിട്ട് കയറി വരികയാണ്, എയർപോർട്ടിലെത്തി എന്താ ചെയ്യേണ്ടത്, എങ്ങടാ പോകേണ്ടത്, ആരാ കൂട്ടാൻ വരുന്നത്, ഒന്നും അറിയാത്ത സിറ്റുവേഷനിൽ. അപ്പം നമുക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് വരെ തോന്നുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ഓപ്പൺ MOHനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഹോസ്പിറ്റൽ, മേ ബി ഒരു കുഞ്ഞു ഹോസ്പിറ്റലായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റലായിരിക്കാം, പക്ഷെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ സെയിം ആയിരിക്കാം. സെയിം കമ്പയർ ടു ക്ലസ്റ്റർ ആണെങ്കിൽ പോലും അവർക്കും നമുക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ
അതിൽ തന്നെ ഓപ്പൺ MOHൽ ഒരു PHSCയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് പ്രഷറും കാര്യങ്ങളും പേഷ്യൻസും ഒന്നും ഇല്ലാത്തൊരു PHSCയിൽ വർക്ക് ചെയ്യുന്നു. സെയിം ഓപ്പോസിറ്റ് ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇനി എന്തൊക്കെ മെച്ചങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് MOHൽ എന്തൊക്കെയുണ്ട്? നമുക്ക് ഫ്രീ ഫുഡാണ്, നമുക്ക് ഫ്രീ അക്കോമഡേഷനാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്, നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഇവരാണ് നമുക്ക് എടുത്തു തരുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല നേട്ടങ്ങളുണ്ട്. നമുക്കപ്പോൾ ഒരു വർഷത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ ഒരു 10 മാസം കഴിയുമ്പോൾ തന്നെ നമ്മളെ സിസ്റ്റത്തിൽ 36 ഡേയ്സ് ലീവ് കാണിക്കും. അപ്പോൾ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് വർഷാവർഷം നമുക്ക് ലീവിന് പോയിട്ട് വരാം. വിത്ത് സാലറി പെയ്ഡ് ലീവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് MOHൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് MOHൽ മാത്രമാണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതൊന്നും ഇല്ലേന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ MOHനേക്കാൾ സാലറി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇല്ല എന്നല്ല. അവർക്കും മേ ബി ചില ഹോസ്പിറ്റൽസൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ചില ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഉണ്ട്, ചില ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഇല്ല. അത് ഓരോ ഹോസ്പിറ്റലും ഓരോന്നാണ്. പക്ഷെ നമുക്ക് MOHൻ്റെ മൊത്തത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വർക്ക് ഡ്യൂട്ടി അവേഴ്സ് നമുക്ക് MOHൽ വരുന്ന 8 hours ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ 12 hours ആയിരിക്കും. പക്ഷേ വർക്ക് പ്രഷർ ഇപ്പോൾ എന്നെ പേഴ്സണലി എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു കുഞ്ഞു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. PHSCയിലല്ല, PHSCൻ്റെ മേലെ ഒരു 40 to 50 ബെഡ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 MOHകാർ എടുക്കുകയാണെങ്കിൽ, ഒന്ന് ഇതേപോലെ എന്നെപ്പോലെ ഒരാളും വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് താരതമ്യേന വർക്ക് പ്രഷർ കുറവാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന സാലറിയും എൻ്റെ ആനുകൂല്യങ്ങളും തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത്. പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ആയിരിക്കും, കുറച്ചും കൂടെ ബേർഡൻ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ICUയിൽ 1:1 ആണെങ്കിൽ മേ ബി അവർ ICUയിൽ 1:5 ആയിരിക്കും പേഷ്യൻ്റ് റേഷ്യോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ MOH ആണെങ്കിൽ തന്നെ ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് അത് വേരി ചെയ്ത് വരുന്നുണ്ട്. ഈ ഫ്രീ ഫുഡെന്ന് ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾക്ക് കുക്ക്ഡ് ഫുഡാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയാൽ നമുക്ക് കിച്ചണിൽ നമുക്ക് ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ എടുത്ത് ആ ഫുഡ് വേണം എന്നുള്ള ആൾക്കാർക്ക് അത് എടുത്ത് കഴിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഓൺ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കേണ്ടത്. ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും അവർ തന്നെ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ചില ഹോസ്പിറ്റലിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മെസ്സ് ഓർഡർ ചെയ്യണം. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഓക്കെ ഫുഡ് ആണെങ്കിൽ നമുക്കത് കഴിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് വേണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടും പുറത്തെ അല്ലെ ആ ഒരു ടേസ്റ്റും നമ്മുടെ ഹോംലി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു റൂമിൽ 2 പേരാണ്. കോമൺ കിച്ചണും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡാണ്. വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ്, അത് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവർ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അക്കോമഡേഷൻ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫുഡ് നമുക്ക് ഇന്ത്യൻ ഫുഡാണോ എന്ന് ചോദിക്കുന്നത്, നമുക്കിവിടെ ഇന്ത്യൻസിന് വേറെ, ഫിലിപ്പിനോസിന് അവരുടെ ടേസ്റ്റിൽ, അങ്ങനെ സെപ്പറേറ്റ് ആണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് MOHൻ്റെ നേട്ടങ്ങൾ. MOHൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഓപ്പൺ MOHൽ ഇത് മാത്രമാണ്. പിന്നെ ബാക്കിയെല്ലാം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ MOHന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഇടയായിട്ട് നമുക്ക് സ്റ്റാഫിനെ എടുക്കുന്നില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ MOHൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും ഫോർ 3 months സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനമായിട്ട് വിസ വന്ന് എക്സ്പയർഡ് ആയ കുട്ടികൾക്ക് കിട്ടിയ നോട്ടിഫിക്കേഷൻ. സോ മേ ബി ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ MOH സ്റ്റാഫ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കിട്ടിയ ആൾക്കാരെ ക്യാൻസൽ ചെയ്യുമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ MOH അവരൊരു കമ്പനി ഏറ്റെടുത്ത് നമ്മുടെ കോൺട്രാക്ട് ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഇനി കമ്പനീൻ്റെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുക എന്നൊരു ടോക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് അത് പ്രാവർത്തികമായിട്ടില്ല. പക്ഷേ മേ ബി ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ സാലറി വെട്ടിക്കുറക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ UK പോകുന്ന ആൾക്കാർ അവിടെയുള്ള റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു. ഇപ്പോൾ എല്ലാവരും തന്നെ സൗദി പോലുള്ള GCC കൺട്രീസിലൊക്കെയാണ് കൂടുതലും നഴ്സുമാർ വരാൻ ശ്രമിക്കുന്നത്.
അപ്പോൾ ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ നാളെ ഇവിടെ സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എമോച്ച് 3 മാസത്തേക്ക് എടുക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വിളിക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മോശമാണെന്നല്ല ഈ വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്, നല്ല സാലറിയും നല്ല അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ചൊക്കെ ചൂസ് ചെയ്യുക. ഏജൻസിക്കാർ പറയുന്നത് കേട്ടിട്ട് അത് നല്ലതാണ് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തത്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് പേഴ്സണലി ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുറച്ചും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫ്രീ ടിക്കറ്റും കാര്യങ്ങളൊന്നും എല്ലാ സ്ഥലത്തും കൊടുക്കുന്നില്ല. അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നതും എല്ലാവരുടെയും ഫ്രീ അല്ല. നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് വേണം നമ്മളിതൊക്കെ മേടിച്ചെടുക്കാൻ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും 12 hours ഡ്യൂട്ടിയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണലി എനിക്ക് അറിയാവുന്നത് എമോഷനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഒത്തിരി പേര് സൗദിയിലോട്ടൊക്കെ വരാൻ ശ്രമിക്കുന്നത് മേ ബി അവരുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എമോച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതിനോട്ട് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അറിയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അവരൊക്കെ കുറച്ചും കൂടെ ആൾക്കാർ നോക്കുക ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഏതാണ് ബ്രാഞ്ച്, അപ്പോൾ ഏതാണ് സ്ഥലം എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഓപ്പൺ എമോച്ചൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ അത് അവർക്ക് ഓക്കെ ആയിരിക്കില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് മുന്നേ അറിയാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ ഒരുമിച്ചൊരു ലൈഫ് ലീഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ എമോച്ച് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പം എന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഇതേപോലെ ഒരു സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ടൗണിൽ നിന്നൊക്കെ ഇപ്പോൾ ദമ്മാമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ദമ്മാമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ഥലമാണിത്. ഇവിടുന്ന് ഞങ്ങൾക്ക് ദമ്മാമിലൊക്കെ പോകണമെങ്കിൽ 2-2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താലും നമുക്ക് ദമ്മാം ടൗണിലെത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ അല്ലെ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തിൻ്റെ അടുത്ത് നമ്മൾ ഏരിയ പ്രിഫർ ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അങ്ങനെ മുൻകൂട്ടിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. എമോച്ചിൽ എങ്ങനെയായിരിക്കും എവിടെയായിരിക്കും കിട്ടുക എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ മുന്നേ അറിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ പിന്നെ ഈ പറഞ്ഞ എമോച്ചിലെ അക്കോമഡേഷൻ ആണെങ്കിലും അതും ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് വേരി ചെയ്തിരിക്കും. ഇപ്പോൾ ഫുഡാണെങ്കിൽ ചിലർക്ക് പൈസയാണ് കൊടുക്കുന്നത്. ചില എമോച്ച് കണ്ടൻസിന് അവർക്ക് മന്ത്ലി ഇത്ര പൈസ എന്ന് മാത്രം കൊടുക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ അത് ഫുഡായിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എമോച്ച് തന്നെ ഓരോ ഏരിയ അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലനുസരിച്ച് അത് വ്യത്യാസമാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഇവിടെയുള്ള ആൾക്കാർക്ക് മാനേജ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും. ഉള്ളിലോട്ടുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ അങ്ങനെ. പിന്നെ എമോച്ചിൽ തട്ടം നിർബന്ധമാണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഈ തട്ടം ഇട്ടിട്ടാണ് എൻ്റെ കുറേ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നമ്മൾ തട്ടം ഇടുന്നത് മസ്റ്റല്ല, അതൊക്കെ അവർ റിമൂവ് ചെയ്തു. അങ്ങനെ റൂളൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നൊരു റൂറൽ ഏരിയയിലായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അവർ കുറച്ചും കൂടെ ഡെവലപ്പ് ആവാനുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സൗദി ഡെവലപ്പ് ആകുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാ റീജിയനിലും അവരങ്ങനെയല്ല. അപ്പോൾ ഇവിടെ സ്റ്റിൽ ഇങ്ങനെ തട്ടവും പർദ്ദയൊക്കെ നിർബന്ധം എന്നല്ല, ഇവിടെ അങ്ങനെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതുവരെ ആരും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ടൗൺ ഏരിയയൊക്കെ മേ ബി ജീൻസും ടോപ്പൊക്കെ ഇട്ട് പർദ്ദയൊന്നും തട്ടമൊന്നും ഇല്ലാണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആയിട്ടില്ല ഇവിടുത്തെ ആൾക്കാർ. സോ ഞാൻ ഇന്നലെ കയറി വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്കത് ഓക്കെ, സൗദിയിൽ രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തട്ടയച്ച് നടക്കാനും പറ്റത്തില്ല. മേ ബി എല്ലാത്തിനുപരി നമ്മൾ വന്നിട്ടുള്ളത് പണിയെടുക്കാനാണ്, പൈസ ഉണ്ടാക്കാനാണ്, നമുക്കൊരു ലൈഫ് കിട്ടാനാണ്. അത് നമ്മളെവിടെ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെവിടെ വേണമെങ്കിലും നമ്മൾ കടന്നുകൊണ്ട് വർക്ക് ചെയ്ത് നേരെ ആയിക്കോളും. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞിട്ട് വരുന്നതിന് മുന്നേ എന്താണ് എമോച്ച്, എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എങ്ങനെയാണ് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ്, എങ്ങനെയാണ് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്, ഏത് സ്ഥലത്തായിരിക്കും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മുൻകൂട്ടി അറിയുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞായിരിക്കും. പക്ഷേ ഇപ്പോഴും വീഡിയോ എടുത്തത് എനിക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനെല്ലാം തികഞ്ഞുകൊണ്ടല്ല. പക്ഷെ ഞാനൊരു സൗദി എമോച്ച് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ വളരെ ഉപകാരം. ഇത്